ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ തിയറി ഡിസ്കസ് ചെയ്ത സമയത്ത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു വോൾട്ടേജ് ഗെയിൻ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് AVF is equal to AV divided by 1 plus AVMV. അതായത് ഒരു ഫീഡ്ബാക്ക് നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിന് കുറയുന്നു നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദി അതർ അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഗെയിൻ സ്റ്റെബിലിറ്റി. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക്, ദാറ്റ് ഈസ് ഗെയിൻ സ്റ്റെബിലിറ്റി. അത് ഗെയിൻ സ്റ്റേബിൾ ആവും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിന് it can be made independent of transistor parameter. ഓക്കെ, അല്ലെങ്കിൽ വോൾട്ടേജ് വാരിയേഷന് ഡിപ്പെൻഡൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആംപ്ലിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ. അതായത് നമുക്കറിയാം ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു AVF is equal to AV divided by 1 plus AVMV. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു AVMV എന്നുള്ള ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലാണ്, AVMV എന്നുള്ള ക്വാണ്ടിറ്റി നോൺ സീറോ ആണെങ്കിലാണ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ AVMV എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഇറ്റ് മേക്സ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. അതായത് ഒന്നിനേക്കായും വളരെ കൂടുതലായിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഇറ്റ് ഈസ് വെരി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അതായത് യൂണിറ്റിനേക്കായും വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒന്നിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AVF എന്തായിരിക്കും, AVF must be equal to 1 divided by MV ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by MV ആണ്. 1 by MV ആയിട്ട് മാറി. അപ്പോൾ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ആ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ്റെ ക്വാണ്ടിറ്റീന് 1 by MVനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കലാണ് അവിടുത്തെ ഗെയിൻ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, AV എന്നുള്ള ആംപ്ലിഫയറിൻ്റെ ഗെയിനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് വാരിയേഷൻ അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ മാത്രമാണ്, ആ ഫീഡ്ബാക്ക് ഫ്രാക്ഷന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗെയിൻ സ്റ്റേബിൾ ആക്കാൻ നമുക്ക് ഈ നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് അതിലെ ഒന്ന് ഗെയിൻ സ്റ്റെബിലിറ്റി ആണ്. അത് എന്തുകൊണ്ട് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി രണ്ടാമത്തത്, ഇറ്റ് റെഡ്യൂസസ് നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ കുറയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ലാർജ് സിഗ്നൽസ്, അതായത് സിഗ്നൽ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കാം, നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ ഉണ്ടാവാം. പക്ഷെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫിക്കേഷൻ, നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറയ്ക്കും. അപ്പോൾ ഇത് കുറയ്ക്കുന്നത് എന്ത് കാരണമാണ്, നമുക്കത് തിയറിറ്റിക്കലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ദി ഡിസ്റ്റോർഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ ഡിസ്റ്റോർഷൻ വിത്ത് ഫീഡ്ബാക്ക് മസ്റ്റ് ബി ഈക്വൽ ടു ഡിസ്റ്റോർഷൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഡിവൈഡഡ് ബൈ 1 plus MVAB. അതായത് ഗെയിനിൻ്റെ ഏകദേശം കണ്ട അതേപോലെ തന്നെ ഇവിടെ ഡിസ്റ്റോർഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്,
ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 1 പ്ലസ് AVMV ആയിട്ട് ഡിസ്റ്റോഷൻ കുറയുന്നു. ഗെയിൻ എത്രയാണോ കുറയുന്നത് അത്ര കണ്ട് തന്നെ അതിൻ്റെ ഡിസ്റ്റോഷനും കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇറ്റ് റെഡ്യൂസസ് നോൺ ലീനിയർ ഡിസ്റ്റോഷൻ. ഓക്കെ, അതായത് നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റോഷൻ 1 പ്ലസ് AVMV എന്നുള്ള ഫാക്ടറായിട്ട് കുറയും. അത്ര ഫാക്ടർ ടൈംസ് കുറയും. ഓക്കെ, നമുക്ക് അടുത്ത അഡ്വാൻറ്റേജ് ഇറ്റ് ഇംപ്രൂവ്സ് ദ ഫ്രീക്വൻസി റെസ്പോൺസ്. നമ്മൾ ഈ ഫീഡ്ബാക്ക് ഈ കേസിൽ, അതായത് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ നമ്മൾ ഈ ഫീഡ്ബാക്ക് യൂഷ്വലായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത് റെസിസ്റ്റീവ് നെറ്റ്വർക്കിലൂടെയാണ്. റെസിസ്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ഫേസ് ഡിഫറൻസ് കൊടുക്കില്ല. ഫോർ എക്സാമ്പിൾ, അതായത് നമുക്കറിയാം ഒരു കപ്പാസിറ്ററിലൂടെ ഒരു വോൾട്ടേജിനെ കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു EMF കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ കറണ്ട് സപ്ലൈ കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കറണ്ടിനും വോൾട്ടേജിനും ഡിഫറെൻ്റ് ആയിട്ട് ഫേസ് ലാഗ്, ഫേസ് ലീഡ് എന്തെങ്കിലും സംഭവിക്കാം. അതേപോലെ ഇൻഡക്ടറിലാണെങ്കിലും ഫേസ് ലാഗോ ഫേസ് ലീഡിങ്ങോ സംഭവിക്കാം. പക്ഷെ ഒരു റെസിസ്റ്റൻസിലാണെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഫേസ് ലാഗോ ഫേസ് ലീഡോ സംഭവിക്കില്ല. അതുകൊണ്ട് ഔട്ട് ഓഫ് ഫേസിൽ തന്നെയാണ് അത് അത് ഔട്ട് ഓഫ് ഫേസിൽ, കാരണം ആംപ്ലിഫയറിന് ഔട്ട് ഓഫ് ഫേസ് ആണ് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഔട്ട് ഓഫ് ഫേസ് തന്നെയാണ് ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിലൂടെ നമ്മൾ കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ നമുക്ക് ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്കാണ് നമ്മൾ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വോൾട്ടേജ് ഗെയിൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? സിഗ്നൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ദി വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ വിൽ കോൺസ്റ്റന്റ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് സിഗ്നൽ ഫ്രീക്വൻസി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീക്വൻസി റെസ്പോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ പറയാം. ഫ്രീക്വൻസി റെസ്പോൺസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാൻഡ് വിഡ്ത്ത് ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻക്രീസസ് ദി ബാൻഡ് വിഡ്ത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് increases the circuit stability. നമുക്കറിയാം ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, ഫ്രീക്വൻസി ഡിപ്പെൻഡൻസ്, അതേപോലെ ഇതെല്ലാം നെഗറ്റീവ് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മാറ്റം വരുത്താം എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഗെയിൻ സ്റ്റേബിൾ ആക്കാൻ പറ്റുന്നുണ്ട്, ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്തും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സർക്യൂട്ട് സ്റ്റെബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഡിസ്റ്റോഷൻ കുറയ്ക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രീക്വൻസി ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നുണ്ട്. ടെമ്പറേച്ചർ വാരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സിൽ ഉണ്ടാകുന്ന വാരിയേഷൻ കാരണം ഉണ്ടാകുന്ന
ചേഞ്ചസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആംപ്ലിഫയർ എന്ത് ചെയ്യില്ല, ആംപ്ലിഫയറിൻ്റെ ഇൻബിൽഡ് പാരാമീറ്റേഴ്സിനെ അതിൻ്റെ ഗെയിൻ ഡിപ്പെൻഡ് ചെയ്യാത്ത രൂപത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ ഇത് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഇൻപുട്ട് ഇംപെഡൻസിനെ ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഇംപെഡൻസിനെ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇൻപുട്ട് ഇംപെഡൻസിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഇംപെഡൻസിനെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഇൻപുട്ട് ഇംപെഡൻസ് കൂടണം, ഔട്ട്പുട്ട് ഇംപെഡൻസ് കുറയണം. കാരണം ഇംപെഡൻസ് മാച്ചിങ് ഉണ്ടെങ്കിലാണ് നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. അതായത് ഇൻപുട്ട് സ്റ്റേജിലെ ഇൻപുട്ട് എപ്പോഴും ഹൈയും ആവണം. വളരെ ഹൈ ആവുന്നത് നല്ലതാണ്. വളരെ ഹൈ ആയി കഴിഞ്ഞാൽ എന്ത് നമുക്ക് പറയാം, കാരണം നമ്മൾ സോഴ്സിൽ നിന്ന് കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യില്ല. പിന്നെ അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഇംപെഡൻസ് വളരെ ലോ ആവണം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ ഔട്ട്പുട്ട് ഡിവൈസിനെ ഡ്രൈവ് ചെയ്യാനുള്ള കറണ്ട് കൊടുക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻപുട്ടിലെ റെസിസ്റ്റൻസ്, ഇൻപുട്ട് ഇംപെഡൻസ് എന്താവണം, ലോ ആയി കഴിഞ്ഞാൽ ഹൈ കറണ്ട് കൊടുക്കാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഇൻപുട്ട് ഇംപെഡൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഗർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഫീഡ്ബാക്ക് കൊടുത്തിട്ടുള്ള ആ സർക്യൂട്ടിൽ ഫീഡ്ബാക്ക് ഇല്ലാത്ത സമയത്തുള്ള ഇൻപുട്ട് ഇംപെഡൻസിനെ ZI എന്നും ഔട്ട്പുട്ട് ഇംപെഡൻസിനെ Z ഔട്ട് ആയിട്ടും കാണിച്ചിട്ടുണ്ട്. അത് ഇത്ര ഭാഗം. ഇനി ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് അത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മാറ്റങ്ങൾ, ആ സമയത്ത് ഉണ്ടാവുന്ന ഇൻപുട്ട് ഇംപെഡൻസിനെ ZIN ഡാഷ്, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഇംപെഡൻസിനെ Z ഔട്ട് ഡാഷും ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടിലേക്ക് വരുന്ന കറണ്ട് I1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇൻപുട്ടിലേക്ക് വരുന്ന കറണ്ട് I1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് കറണ്ട് I0 ആയിട്ടും അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഭാഗം മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇൻപുട്ട്, ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് EG മൈനസ് MV ഇൻറ്റു E0 ആണ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇൻപുട്ട് കറണ്ട് ഇൻറ്റു ഇൻപുട്ട് ഇംപെഡൻസ്. അതായത് ഇത് വിത്തൗട്ട്, ഇതിപ്പോൾ ഇവിടേക്ക് വരുന്ന ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അതുകൊണ്ട് ZIN ഇൻറ്റു I1 എന്നുള്ള ക്വാണ്ടിറ്റി, I1 എന്ന് പറഞ്ഞാൽ കറണ്ട്, Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇംപെഡൻസ് വിത്തൗട്ട് ഫീഡ്ബാക്ക്. ഇപ്പോൾ EG മൈനസ് MV E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 ZIN ആണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് മാറ്റി എഴുതി. അതായത് EG എന്നുള്ള ക്വാണ്ടിറ്റീനെ, EGനെ നമുക്ക്, കാരണം ഒരു MV E0, EG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EG ഈസ് ഈക്വൽ ടു, ആ EGയിൽ ഒരു MV E0 ആഡ് ചെയ്തു, MV E0 നമ്മൾ മൈനസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി EG മൈനസ് MV E0, അടുത്ത E0 എന്നുള്ള ക്വാണ്ടിറ്റീനെ നമ്മൾ എന്തിൻ്റെ ടേമിൽ മാറ്റി എഴുതി, ഗെയിനിൻ്റെ ടേമിൽ മാറ്റി എഴുതി. അതായത് E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AV ഇൻറ്റു, കാരണം AV എന്ന് പറയുന്നത് ഫീഡ്ബാക്ക്, വിത്തൗട്ട് ഫീഡ്ബാക്കിലുള്ള ഗെയിൻ ആണ്, അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് E0 ഈസ് ഈക്വൽ ടു ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻറ്റു ദാറ്റ് ഇൻപുട്ട്. അപ്പോൾ AV ഇൻറ്റു ദാറ്റ് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു E0. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ആ രൂപത്തിൽ മാറ്റി എഴുതി. ഇനി ഇവിടെ നോക്കുക, ഇറ്റ് ഈസ് ഈക്വൽ ടു EG മൈനസ് MV E0 പ്ലസ് AV ഇൻറ്റു EG മൈനസ് MV E0. അപ്പോൾ EG മൈനസ് MV E0 എന്നുള്ള ക്വാണ്ടിറ്റി രണ്ട് ടേമിലും കോമൺ ആയി അതിനെ ഔട്ട് സൈഡിലേക്ക് മാറ്റി. ദെൻ EG മൈനസ് MV E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനെ I1 ZIN ആക്കിയിട്ട് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് അത് കൊടുത്തു, ദാറ്റ് ഇൻറ്റു 1 പ്ലസ് AV MV.
ഇനി നമുക്ക് നോക്കാം ഇ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇ ജി is equal to what? ഇ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ജി ഡിവൈഡഡ് ബൈ ഇ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ വോൾട്ടേജ് ആണ്. അപ്പോൾ സിഗ്നൽ വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? നമ്മുടെ ഫിഗർ നോക്കിയാൽ മതി. ഇവിടെ നോക്കുക, ഇതാ ZIN ഡാഷ്, അത് ഈ ഇംപെഡൻസ് ആണ്, ഇത് E1 ആണ്, ഇത് ഇ ജി ആണ്. അതായത് ഇ ജി ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദിസ് കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഇംപെഡൻസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത് ZIN ഡാഷ് ആണ്. Then EG by I1 is the input impedance with the negative voltage feedback. Then we obtain the equation ZIN dash is equal to ZIN into 1 plus AVMB. അപ്പോൾ ഈ ഇക്വേഷൻ അതായത് എന്ത് സംഭവിക്കുന്നു? ZIN അതായത് ഇൻപുട്ട് ഇംപെഡൻസ് വിത്ത് ഫീഡ്ബാക്ക് ഇൻക്രീസ് ചെയ്യുന്നു ബൈ എ ഫ്രാക്ഷൻ 1 പ്ലസ് AVMB. ഓക്കെ, അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ഇംപെഡൻസ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ 1 പ്ലസ് AVMB. ഇനി ഈ AVMB എന്നുള്ള ക്വാണ്ടിറ്റി യൂണിറ്റിനേക്കാളും വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ, 1നേക്കാളും വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഇംപെഡൻസ് വളരെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇനി ഇപ്പം നമ്മൾ ഇതേപോലെ ഔട്ട്പുട്ടിൻ്റെ കേസിൽ നമ്മൾ ഇതേപോലെ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ സെയിം പ്രൊസീജിയർ നമുക്ക് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചേരുക എന്തായിരിക്കും? Z out ഡാഷ് മസ്റ്റ് ബി ഈക്വൽ ടു Z out ഡിവൈഡഡ് ബൈ 1 പ്ലസ് AVMB എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് എക്സ്പ്രഷൻ ഈ രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? Z out ഡാഷ് ഇസ് ഈക്വൽ ടു Z out ഡിവൈഡഡ് ബൈ 1 പ്ലസ് AVMB ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും മനസ്സിലാവുന്നത്? The output impedance is decreases by a factor 1 plus AVMB. അതായത് ഔട്ട്പുട്ട് ഇംപെഡൻസ് ഡിക്രീസ് ചെയ്യാണ് ബൈ എ ഫാക്ടർ 1 പ്ലസ് AVMB. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ഇംപെഡൻസ് ഇൻക്രീസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഇംപെഡൻസ് ഡിക്രീസ് ചെയ്യുന്നു, ഇൻപുട്ട് ഇംപെഡൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇത്രയാണ് നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത്? സൈനുസോയിഡൽ ഓസിലേറ്റർ. അത് നമുക്ക് അടുത്തതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.